ഉടമ്പടി പ്രാർത്ഥന എന്നതാ ഉടമ്പടി പ്രാർത്ഥന? കൃപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥന എന്തുവാ? ഇതൊരു ജെറീക്കോ പ്രാർത്ഥനയാണ്. തിരുനാളിന് പ്രദക്ഷിണം ഉണ്ടോ? ഇരിഞ്ഞാലക്കുടക്കാരൻ തൃശ്ശൂരുകാരെയും പ്രദക്ഷിണം ഞാൻ പഠിപ്പിക്കണ്ടല്ലോ. എന്താ രസം അല്ലേ? സത്യത്തിൽ എന്താ അതിനർത്ഥം? ഒരു വിശുദ്ധന്റെ സെന്റ് സെബാസ്റ്റ്യന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ ദേശത്തിന് ചുറ്റും നടത്തുന്ന പ്രദക്ഷിണം അർത്ഥം എന്താ? അർത്ഥം എന്താ? പറ, അർത്ഥം പറയൂ. നമ്മളൊരു ആത്മീയ യുദ്ധത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഈ തിന്മയോട് യുദ്ധം ചെയ്തുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് ജീവിക്കുന്നത്. ഇത് സാധാരണപ്പെട്ട നമ്മൾ കാണുന്ന മിസൈലും റോക്കറ്റിന്റെ യുദ്ധമല്ല. ഇതൊരു സ്പിരിച്വൽ വാറാണ്, ആത്മീയ യുദ്ധമാണ്. ഒരു വചനം നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അല്പം കൂടെ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് മക്കബായരുടെ 2-ാം പുസ്തകം, ബുക്ക് ഓഫ് മക്കബീസ്, 2nd ബുക്ക്, ചാപ്റ്റർ 8 വേഴ്സ് 18, 8-ാം അധ്യായം, അതിൻ്റെ 18-ാം തിരുവചനം. ഇത് കാണാതെ അറിയാവുന്നവരുണ്ടാവും, അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വചനം പഠിച്ചോണേ. നിങ്ങൾ വേറെ അധികം ഒന്നും പഠിച്ചില്ലെങ്കിൽ ഈ വചനം ഒന്ന് പഠിച്ചോ. നല്ല ശക്തമായ വചനമാണ്. ഹല്ലേലൂയാ. വലതുകരൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റുപറയാം. അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ താഴ്ത്തിക്കേ, ശ്രദ്ധിച്ചു കേട്ടെ. മക്കബായരുടെ പുസ്തകം 2-ാം പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരു യുദ്ധത്തിലാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വചനം പറയാണ്, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. എന്നാൽ നമ്മൾ ആരെ ആശ്രയിക്കുന്നു? ഈ യുദ്ധത്തിൽ നമ്മൾ ആരെ ആശ്രയിക്കുന്നു? വചനം പറയാണ്, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് എൻ്റെ ആശ്രയം. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ, ആമേൻ. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യ നിരയെ ഭേദിക്കും. എൻ്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, ദൈവത്തിന്റെ സഹായത്താൽ തിന്മയുടെ കോട്ടയെ നീ ഭേദിക്കും. പറഞ്ഞു കൊടുത്തേ, തിന്മയുടെ സഹായത്താൽ ദൈവത്തിന്റെ സഹായത്താൽ തിന്മയുടെ കോട്ടയെ ഞാൻ ഭേദിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഹെബ്രായ ലേഖനം ഇങ്ങോട്ട് നോക്കിക്കേ, വചനം തുറന്നേ. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 30-ാം തിരുവചനം, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 30, 30-ാം തിരുവചനം. അതിലൊരു ശക്തമായൊരു ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഒന്ന് വായിച്ചാലോ. 11:30. അതിലിങ്ങനെയാണ്, വിശ്വാസത്തോടെ ഇസ്രായേൽ ജനം ജെറീക്കോയുടെ കോട്ടകൾക്ക് 7 ദിവസം വലം വെച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്തെഴുതിയിരിക്കുന്നത്? വിശ്വാസത്തോടെ. എങ്ങനെ? വിശ്വാസത്തോടെ ഇസ്രായേൽ ജനം ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും വലം വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവ ഇടിഞ്ഞു വീണു. അവ ഇടിഞ്ഞു വീണു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കെട്ടുകഥയല്ല, ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. ജെറീക്കോ കോട്ട, ജെറീക്കോ കോട്ട. എന്ത് കോട്ട? ജെറീക്കോ കോട്ട എന്ന് പറഞ്ഞ, ജെറീക്കോ എന്ന് പറയുന്ന നഗരം ചരിത്രത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട നഗരമാണ്. ഏറ്റവും ഏൻഷ്യന്റ് ആയിട്ടുള്ള, ഏറ്റവും പുരാതനമായിട്ടുള്ള നഗരമാണ് ജെറീക്കോ നഗരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഏറ്റവും പുരാതനമായിട്ടുള്ള നഗരമാണ് ഏത് നഗരം? ഈ ജെറീക്കോ നഗരം. അപ്പൊ ഈ ജെറീക്കോ നഗരത്തിന് ചുറ്റും ഒരു കോട്ട. ഈ കോട്ട എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ സാധാരണ വരുന്നത് ഒരു മതില് അല്ലേ? എന്നാൽ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഉള്ള ഒരു മതിലല്ല, മറിച്ച് ഇതൊരു കോട്ടയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതിലിൻ്റെ പ്രത്യേകത, ഈ കോട്ടയുടെ പ്രത്യേകത 2 ഭാഗങ്ങളായിട്ട്, പുറം ഭിത്തിയുണ്ട്, അകത്തുണ്ട്. ഈ പുറത്തെ ഭിത്തിയുടെ അടി എന്ന് പറഞ്ഞാൽ 20 അടി ഉയരം. എത്ര അടി ഉയരം? ഇപ്പൊ എത്രയുണ്ട് അടി? ചേട്ടൻ്റെ അടി എത്രയാ? എത്ര ഹൈറ്റാ? 6 ഉണ്ടെന്ന് വെച്ചോ അല്ലേ? അപ്പൊ നമ്മൾ ചിന്തിച്ചേ, 20 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം ഉണ്ടാവും? 20 അടി ഉയരം.
20 അടി ഉയരമുള്ള ഒരു ഭിത്തി. അതായത് 2 ഭിത്തിയാണുള്ളത്. ഒന്നാമത്തെ പുറത്തെ ഭിത്തിയെക്കുറിച്ചാണ് ചരിത്രത്തിൽ രേഖപ്പെടുന്ന ചില വിവരങ്ങളാണ്. ഒന്ന് പുറത്തുള്ളതിന് 20 അടി ഉയരം, 6 അടി വീതി. ആ ഭിത്തിക്ക് 6 അടി വീതി. അതിനുശേഷം ഒരു 12 അടി വിട്ടിട്ട് അടുത്ത ഭിത്തി, അതിന് 30 അടി ഉയരം. 30 അടി. ആദ്യത്തെ എത്രയായിരുന്നു? 20. ഇപ്പുറത്തുള്ളതിന് 30 അടി ഉയരം. ഇതുപോലെ തന്നെ 6 അടി വീതിയുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കി, എന്താണ് അവസ്ഥ? നമ്മൾ വിചാരിച്ച പോലെ ഇതൊരു മതിലൊന്നുമല്ല, ഇതൊരു ഭീകരമായ സംഭവമാണ്. കോട്ട, ഈ ജെറീക്കോ കോട്ട, ഇതൊരു ഭീകരമായ സംഭവമാണ്. ഹല്ലേലൂയാ. മനുഷ്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ, അളക്കാൻ പറ്റുന്ന ഒരു പ്രതിബന്ധമല്ല. അതിനപ്പുറം, അതുക്കും മേലെ, അല്ലേ, അതുക്കും മേലെയുള്ളതാണ് ഇത്, ജെറീക്കോ കോട്ട. ഈ കോട്ട തകർത്തതിനെ കുറിച്ചാണ് വചനത്തിൽ നമ്മൾ പഠിച്ചതും വായിച്ചുകൊണ്ടിരിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്കും ഈ ജെറീക്കോ കോട്ട കണ്ടതുപോലെയാ. ഇത് രക്ഷപ്പെടില്ല, ഇത് രക്ഷപ്പെടില്ല. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നൊരു ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ രക്ഷപ്പെടിയേല. ഞാൻ പറഞ്ഞു, ചേച്ചി തന്നെ തീരുമാനിച്ചോ? എൻ്റെ അവസ്ഥ ഇങ്ങനെയാച്ചാ, അച്ഛനൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അച്ഛാ, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാൻ രക്ഷപ്പെടിയേല. തലയ്ക്കകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കേ. എന്ത്? അങ്ങനെയുള്ള ആള് രക്ഷപ്പെടുവോ? എങ്ങനെ രക്ഷപ്പെടാൻ? ഇയാള് ഞാൻ നിന്നോണ്ട് പ്രസംഗം ആരംഭിച്ചു ഈ ചേച്ചിയോട് ഉപദേശം ആരംഭിച്ചു. എന്നെ കൊണ്ടറിയാവുന്നതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചേച്ചി ഞാൻ എല്ലാം പറഞ്ഞു കഴിയുമ്പോഴും ചേച്ചി എന്ത് പറയും? ഞാൻ രക്ഷപ്പെടിയേല. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ രക്ഷപ്പെടിയേല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറീക്കോ കോട്ട 20 അടി 30 അടി 6 അടി വീതി. ഇതെങ്ങനെ മറികടക്കും? ഈ കോട്ട എങ്ങനെ തകർക്കും? ഒരിക്കൽ ഇസ്രായേൽ ജനം ഇതേ ചോദ്യം ചോദിച്ചു. ഈ പ്രതിബന്ധം എങ്ങനെ മറികടക്കും? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ഇത് നടക്കൂലെന്ന്. എന്നാൽ ദൈവം അവരോട് സംസാരിച്ചു. അതാണ് നമ്മൾ ജോഷുവയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, ജെറീക്കോയുടെ പതനം. ദൈവം അവരോട് സംസാരിച്ചു. ആരിത് സംസാരിച്ചു? ദൈവം അവരോട് സംസാരിച്ചു. ആ വചനം ഒന്നും കൂടെ വായിച്ചോളൂ. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 2 മുതലുള്ള വചനം. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, ഇതാ ഞാൻ ജെറീക്കോ പട്ടണത്തെ അതിൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തെ ചുറ്റും നടക്കണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും വേണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിൻ്റെ മതില് നിലം പതിക്കും. നിങ്ങൾ നേരെ ഇരച്ചു കയറുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജെറീക്കോ പട്ടണത്തെ കീഴടക്കാൻ നിന്റെ ബുദ്ധി കൊണ്ടുള്ള അഭ്യാസം നടക്കത്തില്ല. നമ്മൾ ആദ്യം പഠിച്ച വചനമൊക്കെ ഓർത്തോണം. 2 മക്കബീസ് 8:18. ഏതാണ്? ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചോണം, നിന്റെ മകൻ രക്ഷപ്പെടണമെങ്കിൽ രാവിലെ തൊട്ട് ഉപദേശം കൊണ്ട് കാര്യമില്ല, ടെക്നിക്ക് കൊണ്ടും മോട്ടിവേഷൻ ക്ലാസ് കൊണ്ടും കാര്യമില്ല. മറിച്ച് എന്താ വേണ്ടെന്നറിയോ? ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടണം. അതിന് 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കണം. ദൈവം പറയാണ്, നിങ്ങൾ എന്നെ വിശ്വസിക്കണം, ഞാൻ പറയുന്ന കാര്യം അനുസരിക്കണം. ഒന്ന്, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കണം. ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. ആ വ്യക്തിയോട് മുഖത്ത് നോക്കി പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞ്, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കണം. പറഞ്ഞു കൊടുത്തേ. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കണം. രണ്ടാമത്തെ എന്താണ്? ദൈവം പറയുന്നത് പോലെ തന്നെ ചെയ്യണം. ഒബീഡിയൻസ്, ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. രണ്ടാമത്തെ ഒബീഡിയൻസ്, അനുസരിക്കണം. ആരെ? നാട്ടുകാരെ അല്ല, ദൈവത്തെ അനുസരിക്കണം. അതും കൂടെ പറഞ്ഞെങ്കിലേ ശരിയാവുള്ളൂ. ഒന്ന് പറഞ്ഞു കൊടുത്തേ. ദൈവത്തെ അനുസരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ,
ജെറീക്കോ പ്രാർത്ഥന എന്നൊരു പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? ജെറീക്കോ മാർച്ച്. യെസ്, കേട്ടിട്ടുണ്ടോ? ജെറീക്കോ പ്രാർത്ഥന. നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജെറീക്കോ പ്രാർത്ഥന. ജെറീക്കോയുടെ കോട്ട തകർത്ത ചരിത്രത്തെക്കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ഒരു വ്യക്തികളെയോ സാധനങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥലങ്ങളെയോ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ അരൂപി കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തകർക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രാർത്ഥനാ മേഖലയാണ് ജെറീക്കോ പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലർക്കും ഈ ജെറീക്കോ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ ഒത്തിരിയേറെ സംശയങ്ങളുണ്ട്. ജെറീക്കോ പ്രാർത്ഥനയിൽ എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് പങ്കെടുത്തിട്ടുള്ളവരെന്ന് കൈപ്പൊക്കാവോ? എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ചൊക്കെ പങ്കെടുത്തിട്ടുള്ളവരെന്ന് കൈപ്പൊക്കിക്കേ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൊക്കെ അങ്ങനെ പങ്കെടുക്കാൻ പറ്റി അങ്ങനെയുള്ളവര് കുറേ പേരുണ്ട്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതായത് എന്താണ് ഈ ജെറീക്കോ പ്രാർത്ഥന? ജെറീക്കോ കോട്ട എങ്ങനെയാണ് ഇസ്രായേൽ ജനം തകർത്തത് എന്നുള്ളതാണ് വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് പഠിക്കുമ്പോൾ രണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവം പറയുന്നത് കേൾക്കണം. രണ്ട്, ദൈവത്തിൽ വിശ്വസിക്കണം. നീ ദൈവത്തിൽ സമ്പൂർണ്ണമായി വിശ്വസിക്കണം. ദൈവം പറയുന്നത് അനുസരിക്കുകയും വേണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ ജെറീക്കോ പ്രാർത്ഥന എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാവുന്നത്? നമ്മൾ എങ്ങനെ ചെയ്യണം? അപ്പം അന്ന് ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തായിരുന്നറിയോ? വചനം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, നീ വാഗ്ദാന പേടകം എടുക്കുക. എന്തെടുക്കണം? ഈ 6 ദിവസം നടക്കണം. 7-ാം ദിവസം ആണ് ഈ അത്ഭുത പ്രവൃത്തി. ചെയ്യേണ്ട കാര്യം എന്താണ്? നീ യാത്രയിൽ ഈ 6-7 ദിവസത്തെ ശുശ്രൂഷയിൽ നീ എന്ത് ചെയ്യണം? വാഗ്ദാന പേടകം എടുക്കണം. വാഗ്ദാന പേടകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇസ്രായേൽ ജനതയുടെ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്നു ഏത്? വാഗ്ദാന പേടകം. ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളം, അതായത് അഹറോന്റെ തളിർത്ത വടി, അതോടൊപ്പം തന്നെ മന്ന, മൂന്നാമത്തെ കാര്യം ദൈവകൽപ്പനകൾ. ഇത് വഹിച്ചിരുന്ന പേടകം, പെട്ടി എന്ന് വെച്ചോ, പെട്ടി. ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിനെ അല്പം കൂടെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് ഈ കാലഘട്ടത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ സ്ഥലം ഏതാണ്? ദേവാലയം. നമ്മുടെ അരുളിക്ക, അൾത്താര, അരുളിക്ക. ഹല്ലേലൂയ. ഇപ്പൊ ഇത് പണിതത് ഏതെങ്കിലും ആശാരി മേസ്ത്രി പണിതിട്ട് അതിൻ്റെ അകത്ത് ദൈവ സാന്നിധ്യം. യെസ് ഓർ നോ? യെസ്. അപ്പൊ ഈ വചനം പറയാണ്, നിന്റെ ഈ ജെറീക്കോ യാത്രയിൽ, ജെറീക്കോ പട്ടണത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള, കോട്ടയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ ആത്മീയ യുദ്ധത്തിൽ നീ എന്ത് ചെയ്യണം? വാഗ്ദാന പേടകം വഹിക്കണം. അപ്പൊ ഇയാൾ പള്ളി വന്നിട്ട് ഈ അരുളിക്ക എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ട കാര്യം, നീ വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിലേക്ക് ആര് വരുന്നു? പറയൂ, നീ ആരായി മാറുന്നു? യെസ്. അപ്പൊ നീ നടക്കുമ്പോൾ യേശുവിന്റെ ശക്തിയാണ് ചുറ്റും വെളിപ്പെടുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമ്മളിത് വിശ്വസിക്കണം. ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈശോ കടന്നു വരുന്നു. ആ ഈശോയെ സ്വീകരിച്ച ഞാൻ ഇനി കടന്നു പോകുന്നിടങ്ങളിൽ ആ അന്തരീക്ഷത്തിൽ വ്യക്തികളുടെ ഇടയിൽ ദൈവ സാന്നിധ്യം അത്രമേൽ പവർഫുൾ ആയിരിക്കും. പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദേശത്തിന് ചുറ്റും, ഒരു കുടുംബത്തിന് ചുറ്റും, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ചുറ്റും ചെയ്യാവുന്ന സുന്ദരമായ ഡെലിവറൻസ് പ്രാർത്ഥന ശുശ്രൂഷയാണ് ഈ ജെറീക്കോ പ്രാർത്ഥന. അത് പലതരത്തിൽ നമുക്കൊക്കെ അനുഭവപ്പെടും. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഈ ഇടവകപ്പള്ളിയിലെ തിരുനാളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിരുനാള് ഇല്ലേ? തിരുനാളിന് പ്രദക്ഷിണം ഉണ്ടോ? ഇരിഞ്ഞാലക്കുടക്കാരെയും തൃശ്ശൂരുകാരെയും പ്രദക്ഷിണം ഞാൻ പഠിപ്പിക്കണ്ടല്ലോ. എന്താ രസം അല്ലേ? സത്യത്തിൽ എന്താ അതിനർത്ഥം? ഒരു വിശുദ്ധന്റെ, സെന്റ് സെബാസ്റ്റ്യന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ ദേശത്തിന് ചുറ്റും നടത്തുന്ന പ്രദക്ഷിണം. അർത്ഥം എന്താ? അർത്ഥം എന്താ? പറ, അർത്ഥം പറയൂ.
കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ചെണ്ടകൊട്ട് വിദഗ്ധരെയും കൊണ്ടുവരണം. ആണോ? അതാണോ അതിൻ്റെ അർത്ഥം? അതിപ്പോൾ രീതികൾ മാറി. ഒരു ദേശത്തിന് ചുറ്റും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പെഴുന്നള്ളിക്കൽ ശുശ്രൂഷ നടക്കുമ്പോഴത്തേക്ക് അർത്ഥം എന്താ? ആ ദേശത്തിന് ചുറ്റുമുള്ള ഒരു ജെറീക്കോ പ്രാർത്ഥനയാണ്. അതേന്ന് കാലം മാറിയപ്പോൾ നമ്മുടെ ആഘോഷ രീതികളൊന്നും മാറിയെന്നേ ഉള്ളൂ. സത്യത്തിൽ ഒരു പ്രദക്ഷിണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദേശത്തിന് ചുറ്റും നടത്തുന്ന ഒരു ജെറീക്കോ പ്രാർത്ഥനയാണ്. ഇന്ന് പ്രാർത്ഥന കുറഞ്ഞ ആഘോഷം കൂടി, അതാണ് പറ്റിപ്പോയത്. ആരെയും കുറ്റപ്പെടുത്താനല്ല, തിരിച്ചറിയാൻ. ഇതൊരു ജെറീക്കോ പ്രാർത്ഥനയാണ്. ആ ജെറീക്കോ പ്രാർത്ഥനയിൽ ദ ഫസ്റ്റ് കണ്ടീഷൻ ദൈവം പറഞ്ഞു, നീ യാത്ര ചെയ്യുമ്പോൾ വാഗ്ദാന പേടകം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ജെറീക്കോ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സഹോദര സഹോദരി, നീ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച ഒരു വ്യക്തിയായിരിക്കണം. ഒന്നാമത്തെ കാര്യം ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാവോ? കാഹളം മുഴക്കണം. പറഞ്ഞേ, കേട്ടില്ല? എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ അംഗീകരിച്ച് പ്രഖ്യാപിച്ച് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ജെറീക്കോ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാഹളം മുഴക്കി. ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ പറയുമ്പോൾ ഹല്ലേലൂയ പറയുന്നു. വിശ്വാസമില്ലാതെ ഹല്ലേലൂയ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലെന്ന്. നീ ഇവിടെ നിന്നുകൊണ്ട് ഈശോയേന്ന് വിളിക്കുന്നു. വിശ്വസിച്ച് വിളിച്ചാലുണ്ടല്ലോ ആ വിളി അത്ഭുതങ്ങൾ ഉണ്ടാക്കും. വിശ്വാസമില്ലാതെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഈ കാഹളം മുഴക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം, ഈ ജെറീക്കോ പ്രാർത്ഥനയുടെ സെക്കൻഡ് പ്രിൻസിപ്പിളാണ്, നീ ഉണ്ടല്ലോ ദൈവത്തെ അംഗീകരിച്ച് വിശ്വസിച്ച് അത് പ്രഖ്യാപിച്ചുകൊണ്ട് വേണം ഈ യാത്രയിൽ പങ്കെടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യം, ചുറ്റും നടക്കുക. എന്താണ്? ചുറ്റും നടക്കുക. സാധിക്കുമെങ്കിൽ, ഞാനിത് പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം, സാധിക്കുമെങ്കിൽ ഒരു ഫിസിക്കൽ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായൊരു സാന്നിധ്യം അവിടെ ഉണ്ടാവണം. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഒരു സ്ഥലം വിൽപ്പന നടക്കുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാട്ടിലുള്ള ബ്രോക്കർമാരെ മുഴുവൻ വിളിച്ചുകൊണ്ട് വന്ന് ഈ സ്ഥലം എങ്ങനെയെങ്കിലും കച്ചവടം നടത്തണമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ബഹളം ഉണ്ടാക്കാം, ചെയ്യാം. എന്നാൽ അതിനേക്കാൾ നല്ല ഒരു സൂപ്പർ പ്രാർത്ഥനയാണ് കർത്താവ് പറയണത്. നീ എന്ത് ചെയ്യണമെന്നറിയോ? നിന്റെ സ്ഥലമല്ലേ, നീ ആ സ്ഥലത്തിന് ചുറ്റും നടന്ന് നീ ഒന്ന് പ്രാർത്ഥിക്കണം. ഫിസിക്കൽ പ്രസൻസ് മസ്റ്റാണ്. സാധിക്കുന്നവര്, ഇപ്പോൾ ഉദാഹരണത്തിന് പറ്റാത്ത കാര്യങ്ങളല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വിദേശത്തുള്ള മകൻ, അവൻ്റെ അടുക്കെ പോയി ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ മനസ്സിലത് കാണണം. ഫിസിക്കൽ പ്രസൻസ്. വിശുദ്ധ കുർബാന സ്വീകരിച്ച വ്യക്തി കാഹളം മുഴക്കി എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിന് ചുറ്റും നടക്കണം. അതിന് ചുറ്റും, നിന്റെ പറമ്പിന് ചുറ്റും. നിന്റെ വീട് പണി നടക്കുന്നില്ല, രാവിലെ തൊട്ട് ആ വീട് പണിയുടെ മുമ്പിൽ പോയിട്ട് നെടുവീർപ്പിട്ട്, അയ്യോ മേസ്തരി വന്നില്ല, ആശാരി വന്നില്ല, ഇനി എന്ത് ചെയ്യും, മഴയാണല്ലോ, ആലോചിച്ചുകൊണ്ടിരിക്കാനല്ല, മറിച്ച് നിന്റെ ആ വീടിന് ചുറ്റും തടസ്സം എന്തുണ്ടോ ആ തടസ്സത്തിന് ചുറ്റും നീ ഫിസിക്കലി നടക്കണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ നടക്കണം. ഉറങ്ങാനല്ല, നടക്കണമെന്ന് പറ. നടക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാലാമത്തെ കാര്യം എന്താണെന്നറിയാവോ? വചനം പഠിപ്പിക്കുന്നത് 6 ദിവസം നീ ഇങ്ങനെ ആവർത്തിക്കണം. 7-ാം ദിവസമാണ് ദൈവിക ശക്തി വെളിപ്പെടുന്നത്. നീ ഇത് ആവർത്തിച്ച് ചെയ്യണം. ഹല്ലേലൂയ. എങ്ങനെ ചെയ്യണം? ആവർത്തിച്ച് ചെയ്യണം. അപ്പൊ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. 1, വാഗ്ദാന പേടകം. ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കണം. 1. 2, എന്ത് ചെയ്യണം? കാഹളം മുഴക്കണം എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം. ദൈവത്തെ വിളിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. 3, ഫിസിക്കലി നടക്കാൻ പറ്റുമെങ്കിൽ നടന്ന് തന്നെ ആ സ്ഥലം, ആ സാഹചര്യത്തിൽ ചെന്ന് പ്രാർത്ഥിക്കണം. 4-ാമത്തെ കാര്യം എന്താണ്? വചനം പഠിപ്പിക്കുന്നത് ആവർത്തിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന എന്താണെന്നറിയോ? 7 ദിവസത്തെ പ്രാർത്ഥനയാണ്. എത്ര ദിവസത്തെ? 7 ദിവസം. എത്ര പേരാ? അന്ന് എത്ര പേരാ? 40,000-ഓളം പട്ടാളം തന്നെ ഉണ്ട് ഇസ്രായേൽക്കാർ. 30 വയസ്സിന് മുകളിലുള്ള അത്യാവശ്യം കായിക ശേഷിയുള്ള എല്ലാവരും തന്നെ വാഗ്ദാന പേടകത്തിന് മുമ്പിലും പുറകിലുമായിട്ടുണ്ട്. 40,000 പേര്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷത്തോളം വരുന്ന ജനമാണ് ഈ നടക്കുന്നത്. നിങ്ങൾ എത്രയുണ്ട്? വീട്ടിൽ എത്ര പേരുണ്ടെന്ന്? 1, 2, 3 ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, അന്ന് 1,00,000 ആളുകൾ ഒരു ദിവസം നടന്നെങ്കിൽ അത്രയും പവറുണ്ട്. ഇന്ന് നീ ഒറ്റയ്ക്കാണ്. ഇന്ന് നീ ഒറ്റയ്ക്കായിരിക്കും. ഒരുപക്ഷെ നിന്റെ വീട്ടിൽ ഈ ജെറീക്കോ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ പറയും, വേറെ പണിയൊന്നുമില്ലേ, ഇഷ്ടം പോലെ പ്രാർത്ഥന ഉണ്ടല്ലോ, പിന്നെ ഇതെന്നാ പ്രാർത്ഥന? ഇതറിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടും. കാരണം എന്നറിയോ, ഈ പ്രാർത്ഥനാ രീതിയാണ് നമ്മുടെ ഒട്ടുമുക്കാലും ധ്യാന മന്ദിരങ്ങളിൽ നമ്മൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ഉടമ്പടി പ്രാർത്ഥന. എന്നതാ ഉടമ്പടി പ്രാർത്ഥന? കൃപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥന എന്തുവാ? ഇതൊരു ജെറീക്കോ പ്രാർത്ഥനയാണ്. ഇതൊരു ജെറീക്കോ പ്രാർത്ഥനയാണ് അല്ലേ? ഹല്ലേലൂയ. നിയോഗ പ്രാർത്ഥന. 33 ദിവസത്തെ നിയോഗ പ്രാർത്ഥന, അല്ലെങ്കിൽ 9 ദിവസത്തെ നിയോഗ പ്രാർത്ഥന എന്തുവാ? ഇതൊരു ജെറീക്കോ പ്രാർത്ഥനയാണ്. ഈ ജെറീക്കോ പ്രാർത്ഥനയാണ് ധ്യാന മന്ദിരങ്ങളിൽ, പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ അത്ഭുതം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ. 7 ദിവസം നടക്കുക. അപ്പൊ 7 ദിവസം നടന്ന് നിർത്താനല്ല അതിന്റെ ഉത്തരം, മറിച്ച് ഒരു നിയോഗം വെച്ച് ആവർത്തിച്ച് ഒരേ സ്ഥലത്ത് ഓരോ വ്യക്തികളുടെ മേലോ സ്ഥലത്തിന്റെ മേലോ നീ ആധിപത്യം പുലർത്തി, പ്രാർത്ഥനയുടെ ആധിപത്യം പുലർത്തി ചെയ്യുന്ന കാര്യം. അത് പക്ഷേ 9 ദിവസമാകാം, 33 ദിവസമാകാം, പല രീതികളിലാവാം. ഉദാഹരണത്തിന് പോട്ട ആശ്രമത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നവർ, അനുദിന ശുശ്രൂഷയ്ക്ക് വരുന്നവർ, അവരൊരു നിയോഗം വയ്ക്കുവാണ്, എൻ്റെ കർത്താവേ, എൻ്റെ മകളുടെ വിവാഹം നടക്കുന്നില്ല, നാളുകൾ കുറയായി, ഞാൻ 9 ദിവസം തുടർച്ചയായിട്ട് പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ പറയണം 9 വെള്ളിയാഴ്ചകൾ ഞാൻ പങ്കെടുക്കുന്നു, 9 ശനിയാഴ്ചകൾ പങ്കെടുക്കുന്നു. ഇങ്ങനെ നിയോഗം വെക്കുന്നവരുണ്ട്. എന്തിനാ ഇങ്ങനെ വെക്കുന്നേ? ഇതൊരു ജെറീക്കോ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങൾ ജീവിക്കുന്ന വീടിന് ചുറ്റും ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്ഥലത്തിന് ചുറ്റും ചെയ്യാൻ പറ്റും, പല രീതികളിൽ ചെയ്യാൻ പറ്റും. സ്വരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ചിലർക്ക് ഇപ്പൊ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്, അച്ഛാ ഇതെങ്ങനെ ചെയ്യണം? ഇപ്പൊ കാര്യമൊക്കെ മനസ്സിലായി, കുർബാന സ്വീകരിച്ചു, ഇങ്ങനെ ഒരുമിച്ച് ചെയ്യണം, ആവർത്തിച്ച് ചെയ്യണം, ഇതെങ്ങനെ ചെയ്യേണ്ടത്? അതിലൊന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിൽ ഒന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റും. ആവർത്തിച്ച് 7 ദിവസം, 9 ദിവസം, 33 ദിവസമൊക്കെ നമ്മൾ ആവർത്തിച്ച് ഒരു നിയോഗം വെച്ചുകൊണ്ട് ആവർത്തിച്ച് നമ്മൾ ചെയ്യുന്നു ജപമാല. വാഗ്ദാന പേടകം അന്ന് നമുക്കറിയാം, വാഗ്ദാന പേടകത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് കൽപ്പനകളായിരുന്നു. അതായത് അഹറോന്റെ തളിർത്തവടി, അതോടൊപ്പം തന്നെ മന്ന. എന്നാൽ പുതിയ നിയമത്തിൽ വാഗ്ദാന പേടകമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയാണ്. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ അല്ലേ, പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകം. അപ്പോൾ നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ചെയ്യാവുന്ന പ്രാർത്ഥന രീതിയാണ്. നിങ്ങൾക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊന്നാണ് വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മൾക്ക് ഏതെങ്കിലും വചനങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും. അതൊരു മറ്റൊരു രീതിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊന്നാണ് വിശ്വാസ പ്രമാണം. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. വിശ്വാസ പ്രമാണം ആവർത്തിച്ച് ചൊല്ലാൻ പറ്റും. വിശ്വാസ പ്രമാണം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റും. മറ്റൊന്നാണ് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു അന്തരീക്ഷം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. സാധിക്കുമെങ്കിൽ ഒരു വ്യക്തി, ഇപ്പം നിങ്ങളുടെ കുടുംബത്തിലുള്ള അംഗങ്ങളൊക്കെ നിങ്ങളുടെ വീടിന് ചുറ്റും പ്രാർത്ഥിക്കുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ വീടിനകത്ത് ചെല്ലാൻ പറ്റും. നിങ്ങളുടെ വീടിനകത്ത് തന്നെ ഇത് ചെല്ലാൻ പറ്റും. അപ്പം എന്ത് ചെയ്യണം? വീട്ടിലുള്ള കുടുംബനാഥയോ ആ വിശുദ്ധ ഗ്രന്ഥമൊക്കെ പിടിക്കാം. കുടുംബത്തിലുള്ള 2 അംഗങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തിരി അപ്പുറത്തും ഇപ്പുറത്തും പിടിക്കാം. കേട്ടല്ലോ, കുരിശ് പിടിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വീട്ടിനുള്ളിലുള്ള മുറികളിലൂടെ നടന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. വീടിനുള്ളിൽ തടസ്സം മാറുന്നതിന് നല്ലതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഇങ്ങനെയുള്ള ജെറീക്കോ പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ പറയാം. മറ്റു വ്യക്തികളെ ശല്യപ്പെടുത്തുന്നതോ മറ്റു വ്യക്തികളെ ഭാരപ്പെടുത്തുന്നതോ ആയ രീതി ചെയ്യരുത്. ഉദാഹരണത്തിന് നിങ്ങളുടെ പറമ്പിന് തൊട്ടടുത്ത് വേറെ ഒരാൾ മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തി താമസിക്കുന്നെന്ന് കരുതുക. അപ്പം നിങ്ങൾ ഉടനെ തന്നെ ഇന്ന് തന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് കുരിശും ഹന്നാമെള്ളവും ധൂപക്കുറ്റിയും തിരിയൊക്കെ എടുത്ത് നേരെ അയാളുടെ പറമ്പിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അയാൾക്ക് നേരെ നിന്ന് പ്രാർത്ഥിക്കരുത്. കാരണം അയാൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കരുത്. അയാൾ ചിന്തിക്കും, ദൈവമേ
ഞങ്ങൾക്കെതിരെ ഇവന്മാരെന്തോ ചെയ്യുന്നു. പിന്നെ അയാൾ പോയിട്ട് ശത്രു സംഹാര പൂജ നടത്തി നിനക്കെതിരെ ചെയ്യാൻ നോക്കും. അതിൻ്റെ പുറകെ പോകരുത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, വള്ളി വര പൂജ്യം. വിവരം പ്രധാനപ്പെട്ടതാണ്. ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരിക്കേണ്ട ഒരു മാനദണ്ഡമാണ്. കേട്ടല്ലോ? അതായത് സ്ഥലവും സാഹചര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഈ ജെറീക്കോ പ്രാർത്ഥന, തിന്മയ്ക്കെതിരെ നീ യുദ്ധം ചെയ്യുമ്പോൾ നിന്റെ വിവരം, അതായത് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, വിവേകത്തോടെ ചോദിക്കണം, ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അങ്ങനെ വേണം ക്രമീകരിക്കാൻ. ഹല്ലേലൂയ. ഇത് ധ്യാന മന്ദിരങ്ങൾ ചെയ്യുന്നുണ്ട്. ധ്യാന മന്ദിരങ്ങളിൽ എല്ലാ ദിവസവും താമസിച്ചുള്ള ധ്യാനത്തിന്റെ ആരംഭത്തിൽ ഈ ആലയം ചുറ്റി ഒരു ജെറീക്കോ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് താമസിച്ചുള്ള ധ്യാനം ആരംഭിക്കുന്നത്. ഇവിടെ ശനിയാഴ്ചകളിൽ ഇവിടെ ശുശ്രൂഷ നടത്തപ്പെടുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ പലപ്പോഴും പല പ്രാർത്ഥനാ ഗ്രൂപ്പുകളും ഈ ജെറീക്കോ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. അത് ധ്യാന മന്ദിരങ്ങളിൽ മാത്രമല്ല, നിന്റെ വീട്ടിൽ നിനക്ക് ചെയ്യാം, നിന്റെ വ്യക്തി ജീവിതത്തിൽ ചെയ്യാം, നീ പോകുന്ന ഇടങ്ങളിലൊക്കെ നിനക്കിത് ചെയ്യാൻ പറ്റും. ജെറീക്കോ പ്രാർത്ഥന, സംരക്ഷണ പ്രാർത്ഥന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്ന ഒരു വലിയ വാഗ്ദാനം നിന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. 20 അടി 30 അടി ഉയരമുള്ള കോട്ട, എന്നാൽ ഈ കോട്ടയെ തകർക്കാൻ ദൈവത്തിൽ ആശ്രയിച്ചാൽ സാധിക്കും. ദൈവം പറയുന്നതനുസരിച്ചാൽ സംഭവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഒരു ധ്യാനത്തിന് വന്നൊരു ചേച്ചി, ഇപ്പോഴല്ല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ആ ചേച്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, ഞാൻ മടുത്തു. കുറേ നാൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നു, കുറേ നാൾ ഇയാളോട് വഴക്കുണ്ടാക്കി. അപ്പോൾ ആരോ പറഞ്ഞു കുറച്ച് മരുന്ന് കലക്കി കൊടുക്കാൻ. അങ്ങനെ ഞാൻ മരുന്ന് കലക്കി കൊടുത്തു, ചെയ്യാവുന്നതെല്ലാം ചെയ്തു, മടുത്തു. ഇനി ഞാൻ എന്നതാ ചെയ്യണ്ടേ? ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, സത്യം പറയാമല്ലോ അച്ഛാ, ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അയാൾ എങ്ങനെയെങ്കിലും നശിച്ചു പോയാൽ മതി അച്ഛാ. ഇതാണ് കുഴപ്പം. നശിക്കാനല്ല, മറിച്ച് അയാളുടെ ആത്മീയ അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ സഹോദരി ചോദിച്ചു, അച്ഛൻ എന്നതാ പറഞ്ഞു എന്നെ? ഞാൻ പറഞ്ഞു, നല്ല ഒന്നാന്തരം പ്രാർത്ഥനാ രീതിയുണ്ട്, ജെറീക്കോ പ്രാർത്ഥന. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഇത് അച്ഛാ, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നടന്നല്ല. ഞാൻ പറഞ്ഞു, ഒത്തിരി ഒന്നും നടക്കാനൊന്നും പോകണ്ട, സ്വന്തം വീടുണ്ടല്ലോ. രാത്രി ഭർത്താവ് മദ്യവെച്ച് ലക്ക് കെട്ട് വരുമ്പോൾ സഹോദരി നന്നായിട്ട് ആ സഹോദരനെ സ്വീകരിക്കണം, വീട്ടിലേക്ക് സ്വീകരിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കണം. മദ്യപിച്ചിരിക്കുന്ന അയാൾക്ക് എന്നാ ഭക്ഷണം അച്ഛാ? ആയിക്കോട്ടെ, സ്നേഹപ്രകടനം. എന്നിട്ട് അയാളെ കട്ടിലെ സാവധാനം കിടത്തണം. അതേന്ന് അച്ഛാ, ഇതൊക്കെ നടക്കണ കാര്യമാണ്. ഞാൻ പറഞ്ഞു, സഹോദരി, ആദ്യം ധ്യാനത്തിൽ നന്നായിട്ട് പങ്കെടുത്ത് പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കൂ. അതിനുശേഷം വീട്ടിലോട്ട് ചെല്ലുന്നു. ഈ സ്നേഹത്തോടുകൂടെയുള്ള പ്രവൃത്തി. ഭർത്താവ് മദ്യപിച്ച് ബോധം കെട്ടിങ്ങനെ കിടക്കുന്നു, മദ്യത്തിന്റെ ലഹരി. അച്ഛാ, ഞാൻ ആ മുറി പോലും കിടക്കാറില്ല. അറിയാം സഹോദരി, 33 ദിവസത്തേക്ക് ആ ജപമാല എടുക്കണം. ഭർത്താവ് മദ്യപിച്ച് ലക്കുകെട്ട് കട്ടിലെ കിടക്കുന്നു. ഭാര്യ സഹോദരി ആ കട്ടിലെ തൊട്ടടുത്ത് മുട്ടുകുത്തി ഇടതുകരം ഭർത്താവിന്റെ ശിരസിൽ വെച്ച് വലതുകരത്തിൽ ജപമാല എടുത്ത് 33 ദിവസം ചെല്ലാമോ? ആ സഹോദരി പറഞ്ഞു, അച്ഛാ, അങ്ങനെയൊക്കെ ചെല്ലിയിട്ട് എന്തിനാ? ഞാൻ പറഞ്ഞു, ചെല്ലി നോക്ക്. വിശ്വസിച്ചൊരു നിയോഗം വെച്ചോണ്ട്, ഒരൊറ്റ നിയോഗം വെച്ചോണ്ട് ചെല്ലി നോക്കൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുമെന്നറിഞ്ഞുകൂടാ. ആ സഹോദരി ഇവിടെ വന്ന് എൻ്റെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, 33 ദിവസം ഞാൻ ചൊല്ലി. ആദ്യമൊക്കെ വല്ലാത്ത മടുപ്പായിരുന്നു, ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? എൻ്റെ ഉള്ളിൽ അരിശം. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചച്ഛാ. അച്ഛാ, ഞാനൊരു സത്യം പറയട്ടെ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാവോ? ഞങ്ങളുടെ വീട്ടിൽ സമാധാനമുണ്ട്. ഹല്ലേലൂയാ. എന്നിട്ട് ഈ സഹോദരി പറഞ്ഞു, അച്ഛാ, ഈ പ്രാർത്ഥന മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് ആദ്യമൊക്കെ ഇയാൾ എൻ്റെ നേരെ ഭയങ്കരമായ അസ്വസ്ഥതയായിരുന്നു, എന്നാൽ ഞാൻ വിട്ടുകൊടുത്തില്ല. അയാൾക്ക് അറിഞ്ഞുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളത്. എന്നാൽ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് ഇപ്പോഴത്തെ അവസ്ഥ, അച്ഛാ, മദ്യത്തിൻ്റെ മണം കേട്ടാൽ ഇയാൾക്ക് ഓക്കാനിക്കാൻ വരും. അതുകൊണ്ട് ഇയാൾക്ക് കുടിക്കാൻ പറ്റില്ല. മദ്യത്തിൻ്റെ മണം അടിച്ചാൽ ഓക്കാനിക്കാൻ വരും. വൈകുന്നേരം വേറെ കമ്പനിക്കൊന്നും പോകുന്നില്ല, നേരെ വീട്ടിൽ വരും. ഇപ്പം ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അച്ഛാ, മുഴുവൻ അങ്ങോട്ടൊന്നും മാറിയിട്ടില്ല ഇയാള്, പക്ഷേ ഉണ്ടല്ലോ, മദ്യപിക്കുന്നില്ല, സമാധാനമുണ്ട്. ഹല്ലേലൂയാ. എന്നിട്ട് ആ സഹോദരി പറഞ്ഞു, അച്ഛാ, ഞാൻ അടുത്ത ധ്യാനത്തിന് അയാളെ ഞാൻ ഈ ആലയത്തിൽ കൊണ്ടുവരും അച്ഛാ. നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം, നിന്റെ വീട്ടിൽ നിനക്കൊരു ദൗത്യമുണ്ട്. ഈ ജെറീക്കോ പ്രാർത്ഥന നടത്താനുള്ള ദൗത്യം. നിന്നിലൂടെ വേണം നിന്റെ വീട് രക്ഷപ്പെടാൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, നിന്നിലൂടെ വേണം നിന്റെ വീട് രക്ഷപ്പെടാൻ. പറഞ്ഞു കൊടുത്തേ. അതേന്ന്
അല്ലാതെ വേറെ ആരും വന്നിട്ടല്ല, നിന്നിലൂടെ വേണം നിന്റെ വീട് രക്ഷപ്പെടാൻ. ഇസ്രായേൽ ജനം ജെറീക്കോ കോട്ട ചാടിക്കടന്നതുപോലെ നിന്റെ വീട്ടിലെ പ്രതിസന്ധികളെ ചാടിക്കടക്കാൻ കർത്താവ് നിനക്കാണ് ഒരു ദൗത്യം തന്നിരിക്കുന്നത്. നീ ശ്രദ്ധയോടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ആ വിഷയത്തിനൊരു ഉത്തരം കണ്ടെത്തണം. കർത്താവ് നിന്നെ ബലപ്പെടുത്തും. എല്ലാവരും ചാടി എഴുന്നേറ്റ് നിന്നേ, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നേ, ചാടി എഴുന്നേറ്റ് നിന്നേ, വിശ്വസിക്കണം. മക്കബായരുടെ 2-ാം പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെത്തിനെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച കണ്ണുകൾ അടച്ചോളൂ. എൻ്റെ സഹോദര സഹോദരി, നീ വിശ്വസിക്കണം. എൻ്റെ ദൈവം, എൻ്റെ ദൈവം, എൻ്റെ ദൈവം എനിക്ക് കൃപ നൽകുന്നു. കോട്ടം ചാടിക്കടക്കാനുള്ള കൃപ. സങ്കീർത്തനം 18:29, അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യ നിരയെ ഭേദിക്കും, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടിക്കും. കർത്താവെ, വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കടക്കും. ഓ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഈ നിമിഷം നീ വിശ്വസിക്കണം. ഇതാ ഞാനൊരു കാര്യം തീരുമാനിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ജെറീക്കോ പ്രാർത്ഥനയിലൂടെ എനിക്കെതിരെ വരുന്ന തിന്മകളെ കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ഞാനിതാ ചാടിക്കടക്കും. ഓ ദൈവമേ, വിശ്വസിക്കുന്നു. എൻ്റെ വീടിരിക്കുന്ന സ്ഥലം മനസ്സിലൊന്ന് കാണണം. വീടിരിക്കുന്ന സ്ഥലം, നിങ്ങളുടെ വീട്ടിലെ കുടുംബ അംഗങ്ങൾ, ഇതാ കുടുംബത്തിന് ചുറ്റും, മക്കൾക്ക് ചുറ്റും, ജീവിത പങ്കാളിക്ക് ചുറ്റും, സഹോദരങ്ങൾക്ക് ചുറ്റും സ്വർഗത്തിന്റെ വേലി കെട്ടുന്ന വലിയൊരു സ്വർഗീയ ശുശ്രൂഷ. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് അത് സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. കർത്താവേ, ഇസ്രായേൽ ജനം പ്രാർത്ഥിച്ചതുപോലെ അനുസരിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, എൻ്റെ ഈശോയേ. എല്ലാവരും വിളിക്കട്ടെ, എല്ലാവരും വിളിക്കട്ടെ, എല്ലാവരും വിളിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തെ വിശുദ്ധീകരിക്കട്ടെ. എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. തിന്മയുടെ നാരക ശക്തികളെ കർത്താവ് കെട്ടഴിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി. ആരാധന, 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 ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.